കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലടക്കം BJP നടപ്പാക്കി വിജയിച്ച ഒരു വലിയ തന്ത്രം ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്കും കൊണ്ടുവരാൻ BJP ആലോചിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും മധ്യപ്രദേശിൽ BJP അധികാരം പിടിക്കില്ല എന്ന സകലമാന സർവേകളും പറഞ്ഞപ്പോൾ അതിനെയൊക്കെ എഴുതി തള്ളിക്കൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിന് പിന്നിൽ BJP സൃഷ്ടിച്ച പുതിയ വോട്ട് ബാങ്കായിരുന്നു. ഇക്കാലം അത്രയും ജാതിമത ശക്തികൾക്ക് പിന്നിൽ വോട്ടിനായി നടന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJP വേറിട്ട് സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ ഓരോ മണ്ഡലങ്ങളിലും പ്രാധാന്യമുള്ള സമുദായങ്ങളെ ബൂത്ത് അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ നേതാക്കന്മാർ അല്ലെങ്കിൽ ആ പ്രവർത്തകർ ആ സമുദായത്തിൽപ്പെടുന്ന അംഗങ്ങളെ പ്രാദേശികമായിട്ടുള്ള ബൂത്ത് പ്രസിഡന്റ് മുതൽ ഉള്ളവർ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ ഒരു തന്ത്രം. അതിൽ കൂടെ ഈ സമുദായത്തിൻ്റെ മുഴുവൻ പിന്തുണയും ആർജിക്കാൻ BJPക്ക് മധ്യപ്രദേശിൽ കഴിഞ്ഞിരുന്നു. സാധാരണഗതിയിൽ സമുദായ നേതാക്കളെ കണ്ട് പിന്തുണ ഉറപ്പാക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ മണ്ഡലത്തിലുമുള്ള അതായത് ബൂത്തിൽ ഉള്ള ആ സമുദായ അംഗങ്ങളെ പോയി കാണുക, അവരുടെ പിന്തുണ ഉറപ്പാക്കുക. അങ്ങനെ ആ സമുദായം തങ്ങളുടെ ഒപ്പമാണെന്നും ഇല്ലെങ്കിൽ ആ സമുദായത്തിനൊപ്പമാണ് തങ്ങളെന്നും വരുത്തി തീർക്കുവാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ സ്ത്രീകൾക്ക് അവരെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ പ്രവർത്തനം നടത്തുകയും ചെയ്തു. അങ്ങനെ രണ്ട് വോട്ട് ബാങ്കുകൾ അവിടെ തന്നെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അതായത് ഈ മത നേതാക്കന്മാർ അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാർ അപ്പുറത്തു നിന്നും പ്രാദേശികമായിട്ടുള്ള സമുദായ അംഗങ്ങളാണ് തങ്ങളുടെ നേതാവെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞു. സ്ത്രീ പക്ഷ വോട്ടർമാർ അവരുടെ ഈ ക്ഷേമ പെൻഷനുകളടക്കം ഒപ്പം തന്നെ പലിശയില്ലാത്ത ലോണുകളടക്കം ലഭ്യമായപ്പോൾ അവരും ഒരു വലിയ വോട്ട് ബാങ്കായി BJPക്ക് പിന്നിൽ അണിനിരന്നു. മൂന്നാമത്തെ വോട്ട് ബാങ്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള 55% വരുന്ന യുവാക്കളെ യൂത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് BJP നടത്തുന്ന നീക്കങ്ങളാണ്. അതായത് ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഏറ്റവും വളരെ വേഗത്തിൽ വളരുന്ന ഒന്ന് ഈ സ്റ്റാർട്ടപ്പുകളാണ്. ആ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ രീതിയിലുള്ള സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അത്തരത്തിൽ സ്റ്റാർട്ടപ്പുകളിലൂടെയും അവർക്ക് മുൻപോട്ട് പോകാനുള്ള ഗൈഡ് ലൈനുകൾ നൽകുന്ന രീതിയിലേക്കുള്ള സ്ഥാപനങ്ങൾ വഴിയുമൊക്കെ BJP യുവാക്കളെ കൂടി ലക്ഷ്യമിടുന്നു. അതായത് വരുംകാല ഇന്ത്യയിൽ ഇനി ജാതി മത വോട്ട് ബാങ്കില്ല, പകരം സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ വോട്ട് ബാങ്കും യുവാക്കളുടെ ഒരു വലിയ വോട്ട് ബാങ്കും സൃഷ്ടിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് BJP. കേരളത്തിലും അതിന് അനുപാതികമായി തന്നെ സ്ത്രീകൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും വരും നാളുകളിൽ കാണാൻ കഴിയുക. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.